കഴിഞ്ഞ ദിവസം IBMൻ്റെ ഔദ്യോഗിക ചാനൽ IBM ടെക്നോളജി എന്ന അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ്: വൈ AI മേക്സ് ദ ഹ്യൂമാനിറ്റീസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എവർ. IBMലെ തന്നെ ഒരു എക്സ്പേർട്ടായ ജെഫ് ക്രൂം എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറാണ് ഇതിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ: AI വളർന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അതിനനുസരിച്ച് ഹ്യൂമാനിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് AI ടൂളുകൾ ഉപയോഗിക്കുന്നവരാണ്. AI ടൂളുകളോട് എന്ത് ചോദിച്ചാലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ ഉത്തരം തരും. നമ്മൾ കവിത എഴുതും, കോഡ് ചെയ്യും, റിസർച്ച് ചെയ്യും, പാട്ട് കമ്പോസ് ചെയ്യും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ചോദ്യം: AI ഇതൊക്കെ നമുക്ക് ഉത്തരങ്ങളായിട്ട് തരുന്നതാണ്. പക്ഷേ AIയോടുള്ള ചോദ്യം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാ? അത് നമ്മളാണ്. ഇത് ഇന്ന് AI ലോകത്തെ ഏറ്റവും വലിയ ചർച്ചകളിൽ ഒന്നാണ്. കാരണം AI എത്രത്തോളം ബുദ്ധിമാനാകുന്നുണ്ടോ അത്രയും കൂടുതൽ മനുഷ്യൻ്റെ ചിന്താശേഷിക്കും വില കൂടി വരികയാണ് എന്നാണ് ഇവർ തന്നെ പറയുന്നത്. പലപ്പോഴും AI മനുഷ്യനെ പോലെ സംസാരിക്കാറുണ്ട്, അതുകൊണ്ട് അത് മനുഷ്യനെ പോലെ ചിന്തിക്കുന്നുവെന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല, അത് മറ്റൊന്നാണ്. AI അവരുടേതായ ഒരു ലാംഗ്വേജ് സൃഷ്ടിക്കുന്നുണ്ട്, പക്ഷേ ആ ലാംഗ്വേജിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ മനുഷ്യനെ പോലെ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അതായത് AI അവരുടേതായ ഒരു ഭാഷ, ഒരു ഉത്തരം സൃഷ്ടിച്ച് നമുക്ക് തരുന്നുണ്ട്, പക്ഷേ അവർ തരുന്ന ആ ഉത്തരത്തിൻ്റെ ശരിയായ അർത്ഥം അതിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മനസ്സിലാക്കാൻ മനുഷ്യനെ കഴിയൂ എന്നതാണ്. ഇപ്പോൾ ഓസ്കർ വൈൽഡ് ഒരു പ്രസിദ്ധമായ വാചകം പറയുന്നുണ്ട്: ഇറ്റ് നോസ് ദ പ്രൈസ് ഓഫ് എവറിത്തിങ് ബട്ട് ദ വാല്യൂസ് ഓഫ് നത്തിങ്. പ്രൈസ് ആൻഡ് വാല്യൂ, ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് ഇത് AIക്കും ചേരും. അതായത് വിവരങ്ങൾ നൽകാം, പക്ഷേ ആ വിവരങ്ങളുടെ വില എന്താണെന്ന് AIക്ക് അറിയും, പക്ഷെ അതിൻ്റെ മൂല്യം എന്താണെന്ന് മനുഷ്യർക്കേ അറിയൂ. ആ വിവരങ്ങൾ സമൂഹത്തിന് നല്ലതാണോ, അത് ധാർമ്മികമായി ശരിയാണോ, കുറ്റകരമാണോ, എത്തിക്കലാണോ, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ AI എടുക്കില്ല. AI ഇക്കാര്യത്തിൽ അഭിപ്രായം പറയും, പക്ഷേ സ്വന്തം ഉത്തരവാദിത്വത്തോടു കൂടി AI അഭിപ്രായം പറയില്ല. മാത്തമാറ്റിക്സ് പഠിപ്പിച്ചാൽ നമുക്ക് കണക്ക് കൂട്ടാൻ അറിയും. എഞ്ചിനീയറിംഗ് കൊണ്ട് പഠിച്ചാൽ നമുക്കൊരു പാലം നിർമ്മിക്കാൻ പറ്റിയേക്കും. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ AI അതിൻ്റെ ബേസ്, അതിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ കാര്യങ്ങൾ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഇപ്പോൾ എഞ്ചിനീയറിംഗ് കൊണ്ടൊരു പാലം നിർമ്മിച്ചു, ആ പാലം കൊണ്ട് മനുഷ്യരെ കണക്ട് ചെയ്യാനാണോ, അല്ലെങ്കിൽ സൈനികർക്കൊരു യുദ്ധത്തിന് ഉപയോഗിക്കാനാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടി പോകാനാണോ, തുടങ്ങിയ കാര്യങ്ങൾ അത് AIക്കല്ല അറിയാം. അത് മനുഷ്യനാണ് ഇൻ്റർപ്രറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ AI എങ്ങനെ ഉപയോഗിക്കണം, നമ്മൾ ഏത് തരത്തിൽ അതിനെ ഉപയോഗിക്കണം എന്നതിൻ്റെ ഉത്തരം ഇത്തരം വിഷയങ്ങൾ നൽകില്ല. ഇപ്പോൾ STEM വിഷയങ്ങളെന്ന് നമ്മൾ പറയും: സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്. ഇത്തരം വിഷയങ്ങളുടെ ഒരു പരിമിതിയാണത്. അവിടെയാണ് ഹ്യൂമാനിറ്റീസിൻ്റെ സാധ്യത എന്ന് പറയുന്നത്. നമ്മുടെ സാഹിത്യം, നമ്മുടെ ചരിത്രം, നമ്മുടെ തത്വചിന്ത, സമൂഹശാസ്ത്രം, മനഃശാസ്ത്രം, ഇതൊക്കെ ചേർന്നാണ് മനുഷ്യൻ്റെ വിവേകം രൂപപ്പെടുന്നത്. മനുഷ്യനൊരു കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതാനുഭവം, അവൻ്റെ മൂല്യങ്ങൾ, അവൻ ജീവിക്കുന്ന സാഹചര്യം, അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഇവയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷേ AI തീരുമാനങ്ങൾ എടുക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല. AI നോക്കുന്നത് കുറച്ച് പാറ്റേണുകളാണ്. ഒരു വാക്ക് വന്നാൽ അടുത്ത വാക്ക് വരാൻ ഏതിനായിരിക്കും സാധ്യത കൂടുതൽ, പ്രൊബബിലിറ്റി, ഇതൊക്കെയാണ് AIയുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ AI നൽകുന്ന മറുപടി നമുക്ക് വളരെ വിശ്വസനീയമായി തോന്നിയാലും അതിൽ ചെറിയ തെറ്റൊക്കെ ഉണ്ടാകും. അതല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ വളരെ കോൺഫിഡൻ്റായി തെറ്റായ വിവരങ്ങൾ പറയാൻ AIക്ക് കഴിയും. ഇതിനെ AI ഹല്യൂസിനേഷൻ എന്നാണ് അവർ വിളിക്കുന്നത്. AI കാര്യങ്ങൾ പഠിക്കുന്നത് ഇൻ്റർനെറ്റിൽ നിന്നാണെന്ന് നമുക്കൊക്കെ അറിയാം. അവരുടെ റിസോഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. ഇൻ്റർനെറ്റിലുള്ളതൊക്കെ സത്യമാണ്? ഒരിക്കലുമല്ല. അവിടെ ഇൻ്റർനെറ്റിൽ ഒരുപാട് ഫേക്ക് ന്യൂസുകളുണ്ട്, തെറ്റായ വിവരങ്ങളുണ്ട്, പ്രൊപ്പഗൻഡയുണ്ട്, പക്ഷപാതങ്ങളുണ്ട്. അതുകൊണ്ട് AI ട്രെയിൻ ചെയ്യപ്പെടുന്നത് ഈ ഡാറ്റകളെല്ലാം ഉപയോഗിച്ചാണ്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഉത്തരം ഏതാണെന്ന് വിവേകപൂർവ്വം തിരിച്ചറിയാനുള്ള ശേഷി അത് മനുഷ്യനുണ്ട്. AI ഒരു ഉത്തരം നൽകും, ആ ഉത്തരം വിശ്വസിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പോഴും മനുഷ്യനാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം IBM ഇറക്കിയ ഈ വീഡിയോയിൽ അവർ പറയുന്നതും ഇത് തന്നെയാണ്. AI നൽകുന്ന ഒരു മറുപടി വായിച്ച് അത് ശരിയാണോ, അത് നമ്മുടെ സന്ദർഭത്തിന് യോജിക്കുന്നതാണോ, അത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമാണോ, ഇങ്ങനെയുള്ളൊരു വിലയിരുത്തൽ മനുഷ്യർ നടത്തും. AI കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തണോ ജാവയോ ഒന്നുമല്ല, അത് നമ്മുടെ സ്വന്തം ഭാഷയാണ്, നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ്. കാരണം AIയോട് നമ്മൾ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നതിനനുസരിച്ച് നമുക്ക് ഉത്തരം നിർണ്ണയിക്കുന്നത് മാറി മാറി വരും. ഒരു വാക്ക് മാറിയാൽ, ഒരു സിറ്റുവേഷൻ മാറിയാൽ, ഒരു സജഷൻ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്താൽ AIയുടെ റിപ്ലൈ മാറിക്കൊണ്ടിരിക്കും. ഒരേ AIയോട് രണ്ടാളുകൾ ഒരേ വിഷയം ചോദിച്ചാൽ ഒരാൾ എഴുതുന്നത് ഒരു പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് എക്സ്പ്ലെയിൻ എന്നായിരിക്കും, മറ്റൊരാൾ എഴുതുന്നത് എക്സ്പ്ലെയിൻ ക്ലൈമറ്റ് ചേഞ്ച് ഫോർ എ മലയാളം ഓഡിയൻസ് വിത്ത് സിമ്പിൾ എക്സാമ്പിൾസ്, റീസെൻറ്റ് ഡാറ്റ ആൻഡ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഇൻ 800 വേർഡ്സ്, ഇങ്ങനെയൊക്കെ എഴുതും. ഇപ്പോൾ രണ്ടുപേർക്കും കിട്ടുന്ന ഉത്തരങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല, ഒരിക്കലുമല്ല. പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യതകളൊക്കെ ഒരുപാട് നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ചോദ്യം എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതാണ് AIയുടെ മറുപടി നിർണ്ണയിക്കുന്നത്.
നമ്മൾ സ്കൂളിൽ ലേഖനം എഴുതാൻ പഠിച്ചിട്ടുണ്ട്, വ്യാകരണം എഴുതാൻ പഠിച്ചിട്ടുണ്ട്, ഒരു ഡിബേറ്റ് നടത്താൻ പഠിച്ചിട്ടുണ്ട്, ഒരു വാദം വ്യക്തമായി അവതരിപ്പിക്കാൻ പരിശീലിച്ചിട്ടുണ്ട്. അന്നത് പലർക്കും ബോറായി തോന്നിയിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് ഇതേ കഴിവുകളാണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ അടിസ്ഥാനം. ഒരു വാക്ക് മാറിയാൽ, ഒരു നിർദ്ദേശം എക്സ്ട്രാ ആഡ് ചെയ്താൽ, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ AI കൃത്യമായി മറുപടി മാറ്റിത്തരും. AI കാലത്ത് വ്യക്തമായി എഴുതാൻ അറിയുക എന്നത് അത് നമ്മുടെ ഭാഷാപരമായ ഒരു കഴിവ് മാത്രമല്ല, അതൊരു ഓപ്പറേഷണൽ സ്കില്ല് കൂടിയാണ്. നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലിമിറ്റേഷൻസ്, നമ്മുടെ കോണ്ടെക്സ്റ്റ് ഇതെല്ലാം വ്യക്തമായി പറയാൻ കഴിയുന്ന ആളുകൾക്കാണ് AI ടൂളുകൾ, ഏത് ടൂളുകൾ ഉപയോഗിച്ചാലും മികച്ച ഫലം ലഭിക്കുക. ഒരു കാര്യം കൂടി, AI കൂടുതൽ ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് കൂടുതലായി കാണുക. അതായത് മെജോറിറ്റിയിലാണ് AI വിശ്വസിക്കുക. കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോഴും സത്യമാകണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ചരിത്രം പഠിക്കേണ്ടത് അനിവാര്യമാകുന്നത്, സാഹിത്യം വായിക്കേണ്ടത് അത്യന്താപേക്ഷിതമാകുന്നത്, തത്വചിന്ത അറിയേണ്ടത് നമ്മുടെയൊക്കെ അനിവാര്യമായ കാര്യമാണ് മാറുന്നത്. അപ്പോഴാണ് മനുഷ്യൻ വിമർശനാത്മകമായി ചിന്തിക്കാൻ പഠിക്കുന്നത്. AI ഒരു പക്ഷേ മനുഷ്യനേക്കാൾ 1000 ഇരട്ടി ഉത്തരങ്ങൾ നൽകാൻ സാധിച്ചേക്കാം. പക്ഷേ ഏതാണ് ശരി, ഏതാണ് നീതി, ഏതാണ് സമൂഹത്തിന് നല്ലത്, ഇവയൊന്നും AI തീരുമാനിക്കില്ല. അതുകൊണ്ടാണ് AI കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ള കഴിവ് അത് പ്രോഗ്രാമിംഗ് അല്ല, ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് എന്ന് പറയുന്നത്. ധാർമ്മികമായി വിലയിരുത്തി, സംസ്കാരബോധത്തോടെ സാഹചര്യം മനസ്സിലാക്കി, ശരിയായ രൂപത്തിൽ ആശയവിനിമയം നടത്തി, വിവരങ്ങളെ വിമർശനാത്മകമായി പരിശോധിക്കാനുള്ള കഴിവ്. ഒരിക്കൽ നമ്മളോട് പറഞ്ഞിരുന്നു, സാഹിത്യം പഠിക്കുന്നത് നമുക്ക് മനുഷ്യനെ മനസ്സിലാക്കാനാണ്, ചരിത്രം പഠിക്കുന്നത് നമ്മുടെ പഴയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനാണ് എന്നൊക്കെ, തത്വചിന്ത പഠിക്കുന്നത് നമ്മുടെ ശരിയും തെറ്റിയും തിരിച്ചറിയാനാണെന്നൊക്കെ. ഇന്ന് AI കാലത്ത് ഇതൊന്നും പഴയ പാഠങ്ങൾ മാത്രമല്ല, ഭാവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളാണ്. സാങ്കേതികവിദ്യ എത്ര മുന്നോട്ട് പോയാലും മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഇന്നും ചിന്തിക്കാനുള്ള കഴിവാണ്. അതിനാൽ നമുക്കൊരു വിരോധാഭാസം പോലെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സത്യമാണിത്. AI എത്രത്തോളം ശക്തമാകുന്നുവോ അത്രയും കൂടുതൽ ഹ്യൂമാനിറ്റീസ് മനുഷ്യന് ആവശ്യമായി വരും. ഇത് പറഞ്ഞത് ടെക് ഭീമനായ IBM ആണ്. അവരുടെ റിസർച്ചിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ വീഡിയോയാണ് എന്നതാണ് മറ്റൊരു വിരോധാഭാസം.